അമേരിക്ക ആക്രമിക്കാൻ തുനിഞ്ഞാൽ ആ നിമിഷം തന്നെ തിരിച്ചാക്രമിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് ഇറാൻ. അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സകല സൈനിക താവളങ്ങളും ഇറാന്റെ പരിധിയിലാണെന്നാണ് ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആണവ ചർച്ചകൾ പരാജയപ്പെടുകയും അമേരിക്കയുമായി സംഘർഷം ഉണ്ടാകുകയും ചെയ്താൽ മേഖലയിലെ മുഴുവൻ അമേരിക്കൻ താവളങ്ങളും ആക്രമിക്കാനായിരിക്കും ഇറാന്റെ നീക്കം. ഇറാൻ പ്രതിരോധ മന്ത്രിയായ അസീസ് നസീർ സാദെ തന്നെയാണ് ജൂൺ 11-ന് ഔദ്യോഗികമായി തന്നെ ഇത്തരമൊരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും നൽകിയിരിക്കുന്നത്. ഇറാൻ അമേരിക്ക ആണവ ചർച്ചകളുടെ ആസൂത്രിതമായ 6ാം ഘട്ടത്തിന് തൊട്ടു മുൻപ് നടത്തിയ ഈ പ്രസ്താവന അമേരിക്കൻ ചേരിയെ അക്ഷരാർത്ഥത്തിൽ അമ്പരിപ്പിച്ചിട്ടുണ്ട്. ഒരു സമ്മർദ്ദത്തിനും ഇറാൻ വഴങ്ങില്ലെന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ മുന്നറിയിപ്പ് വിലയിരുത്തപ്പെടുന്നതും ഇങ്ങനെ തന്നെയാണ്. ചർച്ചകൾ ഫലവത്തായില്ലെങ്കിൽ വൻ സംഘർഷമുണ്ടാകുമെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പാണ് ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ എല്ലാ അമേരിക്കൻ താവളങ്ങളും നശിപ്പിക്കുമെന്നും ഇവയെല്ലാം തന്നെ ഇറാന്റെ പരിധിയിലാണെന്നുമാണ് നസീർ സാദെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. പുതിയ ആണവ കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാന് നേരെ ബോംബാക്രമണം നടത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുന്നത്. ഇത് വെറും ഭീഷണിക്കപ്പുറം അക്രമത്തിലേക്ക് വഴിമാറിയാൽ എന്തൊക്കെയാണ് തങ്ങളുടെ ടാർഗറ്റ് എന്നത് കൂടിയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ലോകത്തിന് മുൻപാകെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 ടൺ ഭാരമുള്ള വാർഹെഡുള്ള വിനാശകാരിയായ ഒരു മിസൈൽ ഇറാൻ അടുത്തിടെ പരീക്ഷിച്ചിട്ടുള്ളതിനാൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. മിസൈലുകൾ ഉൾപ്പെടെ ഇറാൻ കൂടുതലായി ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കടന്നൽ കൂട്ടം പോലെ കുതിച്ചു വന്ന് വൻ നാശം വിതയ്ക്കാൻ ശേഷിയുള്ള ലക്ഷക്കണക്കിന് ഡ്രോണുകളും ഇറാന്റെ ആയുധപ്പുരയിലുണ്ട്. റഡാറുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത ഇത്തരം ആയിരക്കണക്കിന് ഡ്രോണുകൾ യുക്രൈനുമായുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കുന്നതിനായി ഇറാൻ റഷ്യയ്ക്കും കൈമാറിയിട്ടുമുണ്ട്. ഇതിന് പകരമായി റഷ്യ എന്തൊക്കെ ആയുധങ്ങളാണ് ഇറാന് കൈമാറിയതെന്ന് സംബന്ധിച്ച് ഒരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇസ്രായേലിനെയും അമേരിക്കയെയും ഭയപ്പെടുത്തുന്ന ഇടപാട് തന്നെയാണിത്. ഇറാൻ ആണവ ശക്തിയാകുന്നതിന്റെ അടുത്തെത്തിയതായാണ് ഇസ്രായേൽ വിലയിരുത്തുന്നതെങ്കിലും ഇതിനകം തന്നെ അവർ ആണവായുധം കൈവശപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് തന്നെ സംശയമുണ്ട്. അതിനാൽ തന്നെ കരുതലോടെ മാത്രം നീങ്ങിയാൽ മതിയെന്നാണ് CIA ട്രംപിനെ ഉപദേശിച്ചിരിക്കുന്നത്. എടുത്തുചാട്ടക്കാരനും നിരന്തരം വാക്കുമാറ്റുന്നവനുമായ ട്രംപ് ഇവിടെയും സാഹസത്തിന് തുനിഞ്ഞാൽ അത് വൻ പ്രത്യാഘാതത്തിനാണ് വഴിവെക്കുക. അതേസമയം ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങളെ കുറിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന് കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചത് ഇസ്രായേലിന്റെ ചങ്കിടിപ്പ് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ കൃത്യമായ വിവരങ്ങൾ ഇറാൻ ചോർത്തിയത് കൃത്യതയോടെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഇറാന്റെ കഴിവാണ് വർദ്ധിപ്പിക്കുക. എന്നാൽ തിരിച്ച് ഇറാനെ ആക്രമിക്കുവാൻ പലതരം തടസ്സങ്ങളാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടാകുക. അതിൽ പ്രധാനം ഭൂമിശാസ്ത്രപരമായ പരിമിതികൾ തന്നെയാണ്. കൂറ്റൻ മലകളാൽ സുരക്ഷിതമായ രാജ്യമാണ് ഇറാൻ. ഈ മലകൾക്കുള്ളിലെ ഭൂഗർഭ അറകളിലാണ് ഇറാന്റെ അപകടകാരികളായ ആയുധങ്ങൾ വിന്യസിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് സകല പരീക്ഷണങ്ങളും പ്രധാനമായും നടക്കുന്നതും. ഈ മേഖല ലക്ഷ്യമിട്ട് ആക്രമണം നടന്നാൽ ലക്ഷ്യം കാണാനുള്ള സാധ്യതയും കുറവാണ്. മാത്രമല്ല അത്തരം സാഹചര്യത്തിൽ ഇറാന്റെ ദീർഘദൂരമുള്ള മിസൈലുകൾ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്ക് വൻ ആക്രമണമാണ് നടത്തുക. ഒരേ സമയം ഇസ്രായേലിനെയും അമേരിക്കൻ താവളങ്ങളെയും ആക്രമിക്കുന്ന തരത്തിലാണ് ഇറാൻ മിസൈലുകൾ വിന്യസിച്ചിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും ഇറാനെതിരെ നടത്തുന്ന ഏതൊരു നടപടിക്കും ആനുപാതികമായ പ്രതികരണം ഉണ്ടാകുമെന്ന് ഇറാന്റെ ആണവോർജ സംഘടനയുടെ ഡെപ്യൂട്ടി മേധാവി ബഹ്റൂസ് കമൽവണ്ടിയും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിക്ക് മേലുള്ള കർശന നിയന്ത്രണങ്ങൾക്ക് പകരമായാണ് 2015-ലെ കരാർ പ്രകാരം ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങൾ നീക്കിയിരുന്നത്. തുടർന്ന് യുറേനിയം സമ്പുഷ്ടീകരണത്തിന് 3.67% പരിധി ഏർപ്പെടുത്തുകയുമുണ്ടായി. എന്നാൽ 2018-ൽ ആദ്യമായി അധികാരത്തിൽ വന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി പിന്നീട് ആ ആണവ കരാറിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത്. ഇതിനുശേഷം ഇറാന് നേരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയുമുണ്ടായി. ഈ ഉപരോധത്തെ നേരിട്ട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഉപരോധങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തര കൊറിയയുടെയും റഷ്യയുടെയും പാതയിൽ തന്നെയാണ് ഇറാനും നിലവിൽ മുന്നോട്ട് പോകുന്നത്. ഇതൊരു സൈനിക ചേരിയായാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നതും. അമേരിക്കയിൽ ഒരു ബോംബ് വീണാൽ തീരാവുന്നതേ ഉള്ളൂ അവരുടെ ഈ ലോക പോലീസ് ചമയൽ എന്നതാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ നിലപാട്. ശക്തരല്ലാത്ത രാജ്യങ്ങളിൽ ആക്രമണം നടത്തി മാത്രം ശീലമുള്ള അമേരിക്കയ്ക്ക് ലോകത്തെ മറ്റ് സൈനിക ശക്തികളുമായി ഏറ്റുമുട്ടാനുള്ള ധൈര്യമുണ്ടോ എന്നതാണ് കിമ്മിന്റെ വെല്ലുവിളി.
ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്കയ്ക്ക് നേരെ ഉത്തര കൊറിയ ഒരു മിസൈൽ തിരിച്ചുവിട്ടപ്പോൾ ആ ക്ഷണം ഓടി വന്ന് കിമ്മുമായി ചർച്ച നടത്തിയാണ് ട്രംപ് സമവായമുണ്ടാക്കിയിരുന്നത്. തിരിച്ചടി ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഒരു രാജ്യങ്ങളുമായും നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് അമേരിക്ക തയ്യാറാകില്ലെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത്. ഉത്തര കൊറിയയെ പോലും ആക്രമിക്കാൻ ഭയപ്പെടുന്ന അമേരിക്ക പേർഷ്യൻ പോരാളികളായ ഇറാനുമായി ഏറ്റുമുട്ടാൻ തയ്യാറാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായും അമേരിക്കയും വലിയ വില നൽകേണ്ടി വരും.